പ്രീ പ്രൊഡക്ഷന് കയറുമ്പോൾ ഞാൻ പറഞ്ഞൊരു കൗണ്ട് ഡൗൺ ടൈമർ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നമുക്കൊരു കൗണ്ട് ഡൗൺ ടൈമർ ചാർട്ട്, നമുക്കൊരു 3 സീനെങ്കിലും ഒരു ദിവസം കവർ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യണമെന്നുള്ളത്. നമ്മൾ ചാർട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് 150 പേരുണ്ടാവും. പക്ഷേ ഒരു ദിവസം സെറ്റിൽ വർക്ക് ചെയ്യുന്ന 80 പേരായിരിക്കും, അല്ലെങ്കിൽ 100 പേരായിരിക്കും. പുതിയ പ്രൊഡ്യൂസേഴ്സ് അറിയാൻ വേണ്ടി പറയുവാണ്. നമ്മൾ സാധാരണ മെസ്സ് സെറ്റ് ചെയ്യുന്നത് കൊച്ചിയിലാണെങ്കിൽ, ഇവിടെ മെസ്സാണ് സ്ഥിരമായിട്ട് ഫിലിം യൂണിറ്റ്സിന് ഫുഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് നമ്പർ ഓഫ് ഡേയ്സ് തള്ളിപ്പോകുമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഡയറക്ടറിനെ പിടിക്കുന്ന കൂട്ടത്തിൽ പിടിക്കേണ്ട ഒരാൾ അസോസിയേറ്റ് ഡയറക്ടറാണ്. അത്യാവശ്യമുള്ള ലൈറ്റുകൾ മാത്രമേ കൊണ്ടുവരാവൂ. എല്ലാ ലൈറ്റും വണ്ടിക്കായിട്ട് എടുത്ത് വെച്ചിട്ട് യൂണിറ്റിനെ കൊണ്ടുവരാൻ പറയരുത്. കാരണം ഇതൊക്കെ പ്രൊഡ്യൂസേഴ്സിനോട് ഞാൻ പറയുവാണ്, ഓൾ ഇസ് ചാർജബിൾ. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രീ പ്രൊഡക്ഷനെ കുറിച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രീ പ്രൊഡക്ഷൻ്റെ ബഡ്ജറ്റ്, അതായത് ഒരു 20 ബഡ്ജറ്റും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 4 crore പ്രൊജക്റ്റ് ഉണ്ട്. പല ആൾക്കാരും അത് വാച്ച് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ പ്രീ പ്രൊഡക്ഷൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആ പ്രീ പ്രൊഡക്ഷനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ ഇത് കേൾക്കാവുന്നതാണ്. പ്രീ പ്രൊഡക്ഷന് കയറുമ്പോൾ ഞാൻ പറഞ്ഞൊരു കൗണ്ട് ഡൗൺ ടൈമർ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നമുക്കൊരു കൗണ്ട് ഡൗൺ ടൈമർ ചാർട്ട് ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പ്രീ പ്രൊഡക്ഷൻ ഡേ 1 ഡെഫിനറ്റായിട്ട് വേണ്ടുന്ന ആൾക്കാർ, നിങ്ങൾ പ്രൊഡക്ഷൻ കൺട്രോളർ, ഡയറക്ടറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, ചാർട്ടിങ്, ഇത്രയും പേരും മസ്റ്റായിട്ടാണ്. പിന്നെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ റെപ്രസെൻറ്റേറ്റീവ് ഇവർ കാണുമല്ലോ. ആ ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് നിങ്ങൾ പ്രീ പ്രൊഡക്ഷൻ കയറുന്ന ആ സ്റ്റേജിൽ ആദ്യം നടക്കേണ്ട സാധനം ചാർട്ടിങ് ആണ്. അതായത് നിങ്ങൾ ചാർട്ട് ചെയ്യണം. ഈ ചാർട്ടിങ് അനുസരിച്ചാണ് നമുക്ക് ആർട്ടിസ്റ്റിനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഡേറ്റ്സ് പറയാൻ പറ്റത്തുള്ളൂ. ആർട്ടിസ്റ്റിന് ഡേറ്റ്സ് മാത്രമല്ല, എത്ര ഡേയ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചാർട്ടിങ് ആണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ചാർട്ടിങ് ഡെഫിനറ്റ്ലി ഒരു 3 to 5 days, അതായത് ഒരു ഡ്രാഫ്റ്റ് ചാർട്ടിങ് വരണമെങ്കിൽ തന്നെ ഒരു 3 മുതൽ 5 ദിവസം വരെ സമയമെടുക്കും അസോസിയേറ്റ് ഡയറക്ടർ ചാർട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നിങ്ങൾ ചാർട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്ര നടന്മാർ, ഇത്ര നടിമാർ വേണം, ഇത്ര ജൂനിയർ വേണം, ഇത്ര ദിവസത്തെ ഷൂട്ട് വേണം, ബഫർ വേണം, ഇത്ര ദിവസം വെച്ച് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അസോസിയേറ്റിൻ്റെ സമയത്ത് പറഞ്ഞൊരു സാധനമുണ്ട് ചാർട്ടിങ്ങിനെ കുറിച്ച്. നമുക്കൊരു 3 സീനെങ്കിലും ഒരു ദിവസം കവർ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക്, ഈ ചാർട്ടിങ് നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ്, ഈ ചാർട്ടിങ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോകും. ഈ ലൊക്കേഷൻ കാണാൻ പോകും, ലൊക്കേഷൻ്റെ സിറ്റുവേഷൻ, വീടുകൾ, ഇതൊക്കെ നമ്മൾ എടുക്കും. അപ്പോൾ എനിക്ക് ഈ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും പ്രൊഡ്യൂസേഴ്സിനടുത്ത്, മാക്സിമം നിങ്ങളൊരു ലൊക്കേഷനിൽ പോവുക, എസ്പെഷ്യലി റിമോട്ട് ലൊക്കേഷൻസ്, ഹൈ റേഞ്ച് ലൊക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ, നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ ഈ ടെക്നീഷ്യൻസിനെ എല്ലാവരെയും താമസിപ്പിക്കാതെ ടെക്നിക്കൽ ക്രൂവിനെ, അതായത് ആർട്ടിസ്റ്റിനെ അല്ല ഞാൻ പറയുന്നത്, മെയിൻ ആർട്ടിസ്റ്റ്, സെക്കൻഡറി ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റ്, മെയിൻ ക്രൂവ്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാവർക്കും കൂടെ, ആർട്ടിസ്റ്റിനെ എല്ലാം കൂടെ ഇപ്പം ഹൈ റേഞ്ച് ആണെങ്കിൽ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റിസോർട്ട് എടുക്കുക, ഫുള്ളായിട്ട് അങ്ങ് ബുക്ക് ചെയ്യുക. ആ ഒരു 30-35 ഡേയ്സിലേക്ക് ഫുള്ളായിട്ട് ബുക്ക് ചെയ്ത് നമ്പർ ഓഫ് റൂംസ് ചാർട്ട് ചെയ്ത്. അപ്പോൾ ഈ ചാർട്ടിങ്, ഈ എല്ലാ റൂമും എല്ലാ ദിവസവും ഓക്യുപ്പൈഡ് അല്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ മെയിൻ ആർട്ടിസ്റ്റിന് 35 ദിവസം ഉണ്ടെങ്കിൽ, ആ മെയിൻ ആർട്ടിസ്റ്റിന് റൂം 35 ദിവസം. അങ്ങനെ ഓരോന്ന് എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്കൊരു 15 റൂംസ് മതി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്ക് വെച്ചിട്ട് ആർട്ടിസ്റ്റ് പോകും, പുതിയ ആർട്ടിസ്റ്റ് വരും. അപ്പോൾ അത് ക്ലീൻ ചെയ്ത്, ഹോട്ടലുകാരുടെ അടുത്ത് പറഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് നെക്സ്റ്റ് ആർട്ടിസ്റ്റിന് വേണ്ടി അത് റെഡിയാക്കി വെക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ചാർട്ടിങ് ത്രൂ ആണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എത്ര ദിവസം ഹോട്ടൽ വേണം, ഒരു ദിവസം എത്ര പേർക്ക് ഫുഡ് വേണം. നമ്മൾ ചാർട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് 150 പേരുണ്ടാവും. പക്ഷേ ഒരു ദിവസം സെറ്റിൽ വർക്ക് ചെയ്യുന്ന 80 പേരായിരിക്കും, അല്ലെങ്കിൽ 100 പേരായിരിക്കും. അപ്പോൾ ഒരു 10 പേരെ കൂടെ അഡീഷണൽ കണ്ടിട്ട് 110 പേർക്കുള്ള ഫുഡ്, അല്ലെങ്കിൽ 100 പേർക്കുള്ള ഫുഡ് അത് വിളമ്പി തേക്കാൻ പറയും. 110 പേർക്ക്, അതായത് ഗസ്റ്റുകൾ വന്നാൽ വിളമ്പി തേക്കണം. ഫുഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരുപാടിട്ട് ഫുഡ് ഉണ്ടാക്കത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. നിങ്ങളിത് ചാർട്ടിങ് സമയത്താണ്, ഈ ചാർട്ടിങ്ങിന് എടുത്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ ലൊക്കേഷൻ വിസിറ്റ് കണ്ടിട്ട് നിങ്ങൾ പല ലൊക്കേഷനും പോയി ലൊക്കേഷൻ ഹണ്ടെല്ലാം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും നിങ്ങൾ ചാർട്ടിങ്ങിനകത്ത് ഇരിക്കണം. അതായത് അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടാക്കിയ ചാർട്ടിങ്ങിനകത്ത് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഇരുന്നിട്ട് നോക്കണം.
അതായത് ഈ ചാർട്ട് ചെയ്ത് വെച്ചേക്കുന്ന അനുസരിച്ച് നമുക്ക് ഷൂട്ട് പോകാൻ പറ്റുമെന്ന്, ലൊക്കേഷൻസ് അവൈലബിലിറ്റി ആണോ. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു ലൊക്കേഷനാണ് നിങ്ങൾ, ഇപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ലൊക്കേഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എത്ര മണിക്ക് വിസിറ്റേഴ്സിന് ഓപ്പൺ ആവും? ചിലപ്പോൾ വിസിറ്റേഴ്സിന് ഓപ്പൺ ആവുന്നത് രാവിലെ 9 മണിക്കാണ്. ചിലപ്പോൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഷൂട്ടിംഗ് അവർ സമ്മതിക്കും. അപ്പം 6 തൊട്ട് 8 വരെ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ വർക്കൗട്ട് ചെയ്ത് എടുക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം ലൊക്കേഷൻ വിസിറ്റിന് പോകുമ്പം എന്തായാലും ഡയറക്ടറിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഡയറക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്ടർ, അസോസിയേറ്റ്, പ്രൊഡക്ഷന്, DOP ഓർ DOP അസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളോട് വേണം. സ്റ്റിൽസ് ഉണ്ടെങ്കിൽ സ്റ്റിൽസ്, അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ഫ്ലേവേഴ്സ്, അതായത് സ്റ്റിൽസ് എടുത്ത് നമുക്ക് നോക്കാൻ പറ്റും ഇത് ഈ ലൊക്കേഷൻ ഇതാണോ നമ്മൾ ഉദ്ദേശിച്ചതെന്നുള്ളത്. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ആണ് വീടുകൾ ബുക്ക് ചെയ്യുന്നത്, അതായത് ഷൂട്ടിങ്ങിനുള്ള വീടുകൾ അല്ലെങ്കിൽ ഷൂട്ടിങ് അവർ സെപ്പറേറ്റ് ആയിട്ട് പോകും. അതായത് ലൊക്കേഷൻ വിസിറ്റിൻ്റെ കൂടെ അല്ലായിരിക്കും അത് നടക്കുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ ടീമും ചിലപ്പം പ്രൊഡക്ഷൻ മാനേജറും കൂടെ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് വീടുകൾ ബ്ലോക്ക് ചെയ്യും, ഹോട്ടൽസ് ബ്ലോക്ക് ചെയ്യും, മെസ്സ് സെറ്റ് ചെയ്യാൻ. മെസ്സ് നിങ്ങൾക്ക് പുതിയ പ്രൊഡ്യൂസേഴ്സ് അറിയാൻ വേണ്ടി പറയുവാണ്. നമ്മൾ സാധാരണ മെസ്സ് സെറ്റ് ചെയ്യുന്നത് കൊച്ചിയിലാണെങ്കിൽ, ഇവിടെ മെസ്സാണ് സ്ഥിരമായിട്ട് ഫിലിം യൂണിറ്റ്സിന് ഫുഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമുക്ക് റേറ്റ് പറഞ്ഞ് കൊടുക്കുവാണ്. അവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മുടെ സെറ്റിലേക്ക് കൊണ്ടുവരുന്ന യൂട്ടൻസിൽസ് മാത്രം, അതായത് പാത്രങ്ങൾ മാത്രം നമ്മൾ വാടകയ്ക്ക് എടുത്താൽ മതി. അതിന് മെസ് ചാർജസ് വേറെയുണ്ട്, അത് വാടകയ്ക്ക് എടുക്കാനും അത് കഴുകാനും അതിനൊരു പ്രൊഡക്ഷൻ ബോയ്സും ഉണ്ട് അത് ചെയ്യാൻ വേണ്ടി, അതായത് വിളമ്പി കൊടുക്കാൻ, ചായ കൊടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ നിങ്ങൾ ഓഫ് സൈറ്റിലാണ് പോകുന്നത്, ഇപ്പോൾ ഹൈ റേഞ്ചിൽ, ഇപ്പോൾ ഇടുക്കിയിലോ കോട്ടയത്തോ എവിടെയെങ്കിലും ഹൈ റേഞ്ചിലിട്ടാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഒരു മെസ്സ് സെറ്റപ്പ് വാടകയ്ക്ക് എടുക്കണം. വാടകയ്ക്ക് എടുത്തിട്ട് ഈ മെസ്സ് ആരെയാണോ ഏൽപ്പിച്ചേക്കുന്നത് അവർ ആൾക്കാരെ വിട്ടു തരും. എന്തിനാണെന്ന് വെച്ചാൽ ലോക്കലി കുക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ലോക്കലി കുക്ക് ചെയ്തിട്ടാണ് ഫുഡ് യൂണിറ്റിലേക്ക് തരുന്നത്. അതായത് 100 പേരുടെ ഭക്ഷണം. ഇപ്പോൾ 100 പേരുടെ ഭക്ഷണം എന്ന് പറയുമ്പം 3 നേരമാണ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, പ്ലസ് മിഡ് നൈറ്റ് ഷൂട്ട് പോവുകയാണെങ്കിൽ മിഡ് നൈറ്റിലൊരു മീൽ കാണും. 4 മണിക്കൊരു ചായയും എന്തെങ്കിലും ഒരു പഴംപൊരിയോ വടയോ എന്തെങ്കിലും കാണും. പിന്നെ സെറ്റിലേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, അപ്പോൾ അതായത് ജ്യൂസ്, മറ്റേ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി, അങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം പ്രൊഡക്ഷൻ ബോയ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നിങ്ങൾ കൺഫ്യൂഷൻ ചെയ്യരുത്. അതായത് മെസ്സ് അല്ല ഈ സാധനം ഹാൻഡിൽ ചെയ്യുന്നത്. അതിന് പ്രൊഡക്ഷൻ ബോയ്സിന് നമ്മൾ വേറൊരു ബഡ്ജറ്റ് ഇട്ടിട്ട്, അതായത് നമ്മൾ ബഡ്ജറ്റിംഗ് സ്റ്റേജിൽ കയറുമ്പം വേറൊരു ബഡ്ജറ്റ് ഇട്ടിട്ട് നമ്മൾ അവർക്ക് ആ സാധനങ്ങൾ, നമ്മൾ ആ ചായപ്പൊടിയും പാലും അങ്ങനെയുള്ള ലോക്കൽ ജ്യൂസ് അടിക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ലോക്കലി മേടിച്ചിട്ട് പ്രൊഡക്ഷൻ ബോയ്സ് ആണ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ബഡ്ജറ്റാണ്. അത് മെസ്സ് ബഡ്ജറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മെസ്സ് ബഡ്ജറ്റ് വേറെയാണ്. ഉദാഹരണം പറഞ്ഞാൽ 100 പേർക്കുള്ള ഭക്ഷണം നിങ്ങൾ മെസ്സിൽ പറയുവാണെങ്കിൽ ഒരു ആവറേജ് ഔട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 325 രൂപ, ഒരു ആവറേജ് പിടിച്ചു, ഇൻറ്റു 100. അതാണ് നിങ്ങളുടെ ഒരു ദിവസത്തെ മെസ്സിൻ്റെ എക്സ്പെൻസ്. പ്ലസ് നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്ന പാത്രങ്ങളുടെ എക്സ്പെൻസ്. പാത്രങ്ങൾ നിങ്ങൾ വാടകയ്ക്ക് എടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്ന പാത്രങ്ങൾ, സെർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സെപ്പറേറ്റ്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു എക്സ്പെൻസ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ ബോയ്സിൻ്റെ ആ ഒരു എക്സ്പെൻസ്, അതായത് പ്രൊഡക്ഷൻ ബോയ്സിൻ്റെ ബാറ്റ കൂടാതെ അവർക്ക് വരുന്ന കുക്കിംഗ് ഐറ്റംസിൻ്റെ എക്സ്പെൻസ്. അപ്പോൾ ഇത്രയും എക്സ്പെൻസ് ആണ് ഒരു സെറ്റിൽ ഫുഡ് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം ഈ പ്രീ പ്രൊഡക്ഷൻ ബഡ്ജറ്റിൻ്റെ ഭാഗമല്ല, മെയിൻ പ്രൊഡക്ഷൻ ബഡ്ജറ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് നിങ്ങൾ ഇതെല്ലാം നോക്കേണ്ടത്. അപ്പോൾ ചാർട്ടിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാർട്ടിങ് ക്രൂഷ്യലാണ്. കറക്റ്റായിട്ട് ചാർട്ട് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അവിടെയാണ് ഒരു എക്സ്പെർട്ടീസ് നിങ്ങൾക്ക് വേണ്ടുന്നത്, അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ എക്സ്പെർട്ടീസ് വേണ്ടത്. പ്രത്യേകിച്ചും ഡയറക്ടർ ഡെബ്യൂവും കൂടെ ആണെങ്കിൽ യു നീഡ് ടു ഹാവ് എ ഹൈലി എക്സ്പീരിയൻസ്ഡ് അസോസിയേറ്റ് ഡയറക്ടർ. കാരണം നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് നമ്പർ ഓഫ് ഡേയ്സ് തള്ളിപ്പോകുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്ടറിനെ പിടിക്കുന്ന കൂട്ടത്തിൽ പിടിക്കേണ്ട ഒരാൾ അസോസിയേറ്റ് ഡയറക്ടറാണ്, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ. ഇതാണ് ഈ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ്. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ നിങ്ങൾ ഡേ 1 നിങ്ങൾക്ക് ഇത്രയും പേര് കയറി. ഇത് കഴിഞ്ഞ് പോകെ ഇപ്പം ഒരു 90 ഡേയ്സ് ആണെന്ന് വിചാരിക്കുക. സ്ക്രിപ്റ്റിൽ നിങ്ങൾ റീവർക്ക് ചെയ്യണം. അതായത് നിങ്ങൾ സ്ക്രിപ്റ്റ് ലോക്കാക്കി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ലൊക്കേഷനൊക്കെ കണ്ടിട്ട് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നിട്ട് സ്ക്രിപ്റ്റ് വീണ്ടും റീവർക്ക് ചെയ്യണം. അതായത് ഈ ലൊക്കേഷനിൽ ഈ പറഞ്ഞ സീൻ ലൊക്കേഷനിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ റീവർക്ക് ചെയ്യണം.
അങ്ങനെ റീവർക്ക് ചെയ്ത് ഈ സമയത്ത്, അതായത് ഈ ഒരു 90 ഡേയ്സോ 60 ഡേയ്സോ ടൈമിൽ ഇത് മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പം ഓക്കെ ഇത് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവും. അതായത് നിങ്ങളിപ്പോൾ എഴുതി വെച്ചേക്കുന്ന സ്ക്രിപ്റ്റ് ഈ 35 ഡേയ്സ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് സീൻ തൂക്കണം. ഇപ്പോൾ ക്ലീഷേ വരുന്ന സീനുകളൊക്കെ നിങ്ങൾ തൂക്കിക്കളയുക. അതായത് അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി തൂക്കിക്കളയുക എന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്ത് കളയാനല്ല പറഞ്ഞത്. അത് സെപ്പറേറ്റ് ഒരു പേപ്പറിൽ സെപ്പറേറ്റ് ആയിട്ട് മാറ്റുക. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കത് ഷൂട്ട് ചെയ്യാം. അപ്പം അവിടെ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് കയറണം. എല്ലാവരും കൂടി ഇരുന്നിട്ട് വേണം ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി. പ്രിൻ്ററിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങൾക്കൊരു പ്രിൻ്ററും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റർ, ഒരു പൗഡർ ഇടാൻ പറ്റുന്ന പ്രിൻ്റർ ഉണ്ടല്ലോ ലോ കോസ്റ്റിന്, ഒരു പ്രിൻ്ററും പേപ്പറും ഒരു കെട്ടർ പേപ്പറും നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വരും. കാരണം ഈ സ്ക്രിപ്റ്റ് എല്ലാവരും എടുത്തിട്ട് പ്രിൻ്റ് എടുത്തിട്ടാണ് ഇതെടുത്ത് വായിച്ചു നോക്കുന്നത്, എല്ലാവർക്കും ഇത് കൊടുത്തിട്ട് കോപ്പീസ് കൊടുത്തിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നിങ്ങൾ വന്ന് വീണ്ടും ഈ സ്ക്രിപ്റ്റിനെ വർക്ക് ചെയ്ത് ഷൂട്ടിന് മുമ്പ് നിങ്ങൾക്ക് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യണം. അപ്പം നിങ്ങൾ തുടക്കത്തിൽ ഒരു സ്ക്രിപ്റ്റ് വായിച്ചു, അത് വായിച്ച് ഡ്രാഫ്റ്റ് വായിച്ച് നടനെ കേൾപ്പിച്ച സ്ക്രിപ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് വരും. ഈ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിൻ്റെ കോപ്പി എടുക്കണം. അതായത് നടന്മാർക്ക് കൊടുക്കാൻ വേണ്ടി അവരുടെ ഭാഗം കവർ ചെയ്യുന്ന പോർഷൻസ് മാത്രം നിങ്ങളെടുത്ത് മാറ്റണം. ഇപ്പം ഒരു 35 സീനിൽ ഒരു നടൻ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ആ 35 സീനിൻ്റെ ഡയലോഗ്സ് ഇൻക്ലൂഡ് ചെയ്ത സ്ക്രിപ്റ്റ് നിങ്ങൾ അങ്ങനെ പ്രിൻ്റ് ചെയ്ത് നടന് ചിലപ്പം കൊടുക്കേണ്ടി വരും. കാരണം നടൻ ഇത് ചിലപ്പം റിഹേഴ്സ് ചെയ്തിട്ടായിരിക്കും പുള്ളിക്കാരൻ വരുന്നത്. അല്ലെങ്കിൽ മിക്കവാറും ഉള്ളവരിപ്പം സീനിയർ നടന്മാരെല്ലാം പ്രോംപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രോംപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരാൾ പറയുന്നു, അത് ഏറ്റി പറയുന്നു. പക്ഷെ അതിനൊരു ടൈം ഡിലേ ഉണ്ട്. പക്ഷെ നമുക്കത് കണ്ടാൽ മനസ്സിലാവണമെന്നില്ല പടം കാണുമ്പോൾ. ചില നടന്മാർ പറയും എനിക്കിത് വായിക്കണം എന്ന് പറയും. അപ്പം അങ്ങനെ അതെല്ലാം നിങ്ങൾ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനെ ഏൽപ്പിക്കണം. പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകം ഞാൻ പറയുവാണ്, നിങ്ങളുടെ ടീമിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്ത്, അതായത് വർക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണ് കണ്ടിന്യൂറ്റി നോക്കുന്നത്? കണ്ടിന്യൂറ്റി നോക്കാൻ ഒരാൾ വേണമല്ലോ. കണ്ടിന്യൂറ്റി നോക്കുന്ന ആരാണ്? ഷൂട്ടിംഗ് സെറ്റിൽ വരുന്ന ആൾക്കാരുടെ പേര് ആരും എഴുതിയെടുക്കും. അതായത് ചിലപ്പം ചെറിയ റോളൊക്കെ ചെയ്യാൻ ആൾക്കാർ വരും. ഒരു കട നിങ്ങൾ ചിലപ്പം ഒരു സീനിലേക്ക് വാടകയ്ക്ക് എടുക്കും. അപ്പോൾ ആ കടയുടെ പേര്, കടയുടെ ഓണറിൻ്റെ പേര്, ചെറിയ റോൾ അഭിനയിക്കാൻ വന്ന ആൾക്കാരുടെ പേര്, അവർക്ക് സിനിമയിലൊരു കഥാപാത്രത്തിൻ്റെ പേരുണ്ടെങ്കിൽ ആ പേര്. കാരണം ഇതെല്ലാം താങ്ക് യു കാർഡിൽ നിങ്ങൾക്ക് കയറണം. പടം എല്ലാം ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ കണ്ടിന്യൂറ്റി ഒരാളിനെ ഏൽപ്പിക്കുക. ആൾക്കാരുടെ പേരെല്ലാം എഴുതിയെടുക്കാൻ വേണ്ടി ഒരാളിനെ ഏൽപ്പിക്കുക. ആരാണ് ആർട്ടിസ്റ്റിനെ വിളിച്ചുകൊണ്ട് വരുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് നിങ്ങൾ ഒരു അസിസ്റ്റൻറ്റിനെ ഏൽപ്പിക്കേണ്ടി വരും. ലേഡീസിനെ ആര് ഹാൻഡിൽ ചെയ്യും? ഞങ്ങളുടെ സെറ്റിൽ സാധാരണ ഒരു ലേഡി അസിസ്റ്റൻറ്റിനെ വെക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ വെക്കുവാണെങ്കിൽ ലേഡീസിനെ ആര് ഹാൻഡിൽ ചെയ്യും? കാരണം അവരുടെ ഡ്രസ്സിൻ്റെ കാര്യം, കോസ്റ്റ്യൂമറിൻ്റെ അവരെ പോയി വിളിക്കുന്നത്, അവർക്ക് ഡയലോഗ്സ് പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇത് ചെയ്യുക. കാരണം ഡയറക്ടറിൻ്റെ അടുത്ത് ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ പടം തുടങ്ങിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ചെറിയ കാര്യത്തിന് ഇടപെടാതിരിക്കുക. നിങ്ങൾ ഒരു കാരണവശാലും ചെറിയ കാര്യത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് പോകരുത്. നിങ്ങളുടെ ഫോക്കസ് ഓൺലി ഫോർ ഷൂട്ടിംഗ് ദാറ്റ്, നിങ്ങളുടെ ആ വിഷ്വൽ നിങ്ങൾ മനസ്സിൽ കണ്ട സിനിമയാക്കി മാറ്റാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അത് നടൻ ഫുഡ് കഴിച്ചോ, നടൻ കാരവനിൽ നിന്ന് ഇറങ്ങിയോ, അല്ലെങ്കിൽ മറ്റേ ഇത് പറഞ്ഞു കൊടുത്തോ, ഇതൊന്നും നിങ്ങൾ നോക്കരുത്. നിങ്ങളത് മാനേജ് ചെയ്യണം. നിങ്ങളുടെ അസിസ്റ്റൻസി ത്രൂ വിട്ടിട്ട് അത് മാനേജ് ചെയ്യണം. പിന്നെ അസോസിയേറ്റ് ഡയറക്ടറുടെ പണി പടം തുടങ്ങിക്കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിനെ പ്രോംപ്റ്റ് ചെയ്യുന്ന പരിപാടി, ആർട്ടിസ്റ്റിനെ പറഞ്ഞു കൊടുക്കുന്ന പരിപാടി, ഇതൊക്കെയാണ്. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഞങ്ങളുടെയൊക്കെ സെറ്റിൽ ചില സമയത്ത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ തന്നെ ഞങ്ങൾ ഇടാറുണ്ട്. കാരണം വെച്ചാൽ ക്യാരക്ടേഴ്സിൻ്റെ ഡെപ്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ നിങ്ങൾ തീരുമാനിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. ഈ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 30 ഡേയ്സ് ഡൗൺ ടൈം വരുമ്പം, അതായത് ഇനി ഷൂട്ട് തുടങ്ങാൻ വേണ്ടി ഒരു 30 ദിവസം കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ 30 ദിവസത്തിൽ ആണ് 30ാമത്തെ ദിവസം മുമ്പ് കോസ്റ്റ്യൂം പരിപാടി തുടങ്ങണം. അതായത് സ്റ്റിച്ചിങ് ഉണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ആൾ വന്ന് നിങ്ങളതിൻ്റെ സ്പേസ് കൊടുക്കണം, തയ്യൽ മെഷീൻ കൊടുക്കണം, സ്റ്റിച്ച് ചെയ്യണം, സ്റ്റിച്ചിങ്ങിൻ്റെ ടെസ്റ്റ് നടത്തണം. ചിലപ്പം ചില ആർട്ടിസ്റ്റിനൊന്നും ലാസ്റ്റ് മൊമെൻറ്റിലല്ലാതെ കിട്ടണമെന്നില്ല. അപ്പം അതിൻ്റെ ടെസ്റ്റ് നടത്തണം. സ്ക്രിപ്റ്റിൽ കൂടെ അതിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ, സ്ക്രിപ്റ്റ് വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ ഷൂട്ട് തുടങ്ങുന്നതിന് 2 വീക്സ് മുമ്പേ അത് ചെയ്യണം. അതുണ്ടെങ്കിൽ 2 വീക്സ് മുമ്പേ അത് ചെയ്യണം. DOP ആൻഡ് ടീംസ് കയറണം. അതും ലാസ്റ്റ് 2 വീക്സിലാണ് DOP ആൻഡ് ടീംസ് കയറുന്നത്. ഈ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ DOPയുടെ കയ്യിൽ നിന്ന് വേണ്ടുന്ന എക്യുപ്മെൻസിൻ്റെയും ഫിൽറ്റേഴ്സിൻ്റെയും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൻ്റെയും ലെൻസസിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും പ്രൊഡക്ഷൻ കൺട്രോളർ എടുത്തിട്ട്
ക്യാമറ യൂണിറ്റ്സിന് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഷൂട്ടിംഗ് സമയത്ത് ഈ സാധനം എല്ലാം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഏതൊക്കെ ലൈറ്റ് വേണം, എന്തൊക്കെ അത്യാവശ്യമുള്ള ലൈറ്റുകൾ മാത്രമേ കൊണ്ടുവരാവൂ. എല്ലാ ലൈറ്റും വണ്ടിക്കായിട്ട് എടുത്ത് വെച്ചിട്ട് യൂണിറ്റിനെ കൊണ്ടുവരാൻ പറയരുത്. കാരണം ഇതൊക്കെ പ്രൊഡ്യൂസേഴ്സിനടുത്ത് ഞാൻ പറയുവാണ്, ഇറ്റ്സ് ഓൾ ചാർജബിൾ. അവസാനം ലൈറ്റ് ചിലപ്പോൾ യൂസ് ചെയ്ത് നിർത്തില്ല, ലൈറ്റ് ഇരിക്കട്ടെ എന്ന് പറയും. ഇരിക്കുന്നതിന് കുഴപ്പമില്ല വണ്ടിക്കകത്ത്. കാരണം ചില സമയത്ത് യൂണിറ്റുകാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈറ്റുകൾ എടുത്ത് വണ്ടിക്കകത്ത് വെക്കും. കാരണം പ്രത്യേകിച്ച് ഹൈ റേഞ്ചിലൊക്കെയാണ് ഷൂട്ട്, ദൂരത്താണ് ഷൂട്ട്, കൊച്ചിയിലല്ലെങ്കിൽ വണ്ടി വെക്കും. പക്ഷെ അത് ചാർജബിൾ ആവരുത്. ഉപയോഗിച്ചാൽ മാത്രമേ അതിന് ചാർജ് വരാൻ പാടുള്ളൂ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എത്രയും നേരത്തെ, അതായത് പ്രീ പ്രൊഡക്ഷൻ തുടങ്ങുന്ന 90 ഡേയ്സ് ആണെങ്കിൽ ഒരു ആദ്യത്തെ 15 ദിവസത്തിനുള്ളിൽ തന്നെ മാക്സിമം ഹോട്ടൽസും സ്റ്റേയും വീടുകളും ഒക്കെ ബുക്ക് ചെയ്യാൻ നോക്കുക. കാരണം ക്ലോസർ ടു ഡേറ്റ് ആകുമ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് കൂടും. ആൾട്ടർനേറ്റീവ് റേറ്റ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റാതാവും. മാക്സിമം നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് ലോക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് ഹോട്ടൽ റൂംസ് കിട്ടും. അതായത് ഉദാഹരണം പറഞ്ഞാൽ 2000 രൂപയ്ക്ക് പോകുന്ന ഒരു റൂം നമുക്ക് സിനിമാക്കാർക്ക് വേണ്ടി ഒരു 1200 രൂപയ്ക്ക് കിട്ടും. ബിക്കോസ് വി ആർ ബുക്കിംഗ് ഫോർ ബൾക്ക് ഫോർ ദ എൻറ്റയർ മന്ത്. അത് 30 ദിവസത്തേക്ക് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. ബൾക്ക് റേറ്റാണ്, എൻറ്റയർ ഹോട്ടൽ നമ്മളങ്ങ് ബുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഫുഡ് ഒരു കാരണവശാലും ഹോട്ടൽ ഫുഡിലല്ല നമ്മൾ റൺ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ്റെ ഫുഡാണ്. നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്താലും ഹോട്ടലുകാരുടെ അടുത്ത് പ്രത്യേകം പറയണം, പ്രൊഡക്ഷനിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും. ആർട്ടിസ്റ്റിനും ടെക്നീഷ്യൻസിനും ആരാന്ന് വെച്ചാൽ അവർക്ക് ഫുഡ് കൊണ്ടുവരുമെന്ന് തന്നെ പറയണം. പിന്നെ എൻറ്റയർ ഹോട്ടൽ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഇറങ്ങുമ്പം മൈ റെക്കമെൻഡേഷൻ ഇസ് ദാറ്റ്, ഒരു ടിപ്പാണ്, ആ ഹോട്ടലിലെ കിച്ചൺ ഉണ്ടാവും. ആ ഹോട്ടലിലെ കിച്ചൺ എല്ലാവർക്കും വേണമെങ്കിൽ അവർ മറ്റേ വെക്കേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും. വെക്കേഷൻ അവധികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഹോട്ടലിൻ്റെ കിച്ചൺ ഏറ്റെടുക്കുക മെസ്സിന് വേണ്ടി. അപ്പം നിങ്ങൾക്ക് പുറത്ത് മെസ്സ് എടുത്ത് വാടകയ്ക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് ആ പടം നമുക്ക് ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബാക്ക് എൻഡിൽ കഷ്ടപ്പെടുന്ന ഒരു കാര്യവും ഫ്രണ്ട് എൻഡിലുള്ള ആർട്ടിസ്റ്റുകളോ ടെക്നീഷ്യൻസോ ഒന്നും അറിയണമെന്നില്ല. അവരെ സംബന്ധിച്ച് കറക്റ്റ് ടൈമിൽ ഫുഡ് വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ട്, നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, അവർ ഹാപ്പി ആയിട്ട് അവരുടെ പണി ചെയ്തു പോകും. ഈ ബാക്ക് എൻഡിൽ പണി എടുക്കേണ്ടത് പ്രൊഡക്ഷൻ കൺട്രോളർ ആൻഡ് ടീംസാണ്. അവരുടെ പണിയാണ് ബാക്ക് എൻഡ് ഇതെല്ലാം സ്മൂത്താക്കി എടുക്കുക എന്നുള്ളത്. നിങ്ങൾ ഒരു ഇടത്ത് ഇപ്പം ഒരു ഉദാഹരണമുണ്ട്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പടത്തിന് സംഭവിച്ച പടം ഒരിടത്ത് ഷൂട്ട് നടക്കുന്നു. അത് ഹൈ റേഞ്ചിൽ ഷൂട്ട് നടക്കുക, അതായത് വാഗമൺ പീരുമ്പണ്ട് സ്ഥലത്ത് ഷൂട്ട് നടക്കുക. മെസ്സ് വെച്ചേക്കുന്ന 10 കിലോമീറ്റർ അപ്പുറം. അപ്പോൾ ഈ കൊച്ചിയിൽ നിന്ന് പോകുന്ന ആൾക്കാർക്ക് ഈ കൊച്ചിയിൽ 10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റ്, അല്ല ട്രാഫിക് ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ ഹൈ റേഞ്ചിലൊക്കെ കയറി 10 കിലോമീറ്റർ അപ്പുറം നിങ്ങൾ കൊണ്ടുവന്ന് മെസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ മല കയറി വളഞ്ഞും പൊളഞ്ഞും വരുമ്പോഴത്തേക്കിനും മണിക്കൂർ ഒന്നങ്ങ് പോകും. അവസാനം ആദ്യത്തെ ഒരാഴ്ച എനിക്ക് തോന്നുന്നു ഒരു മണിക്ക് 1:30 ഫുഡ് വരേണ്ടത് ഫുഡ് വന്നത് 2-2:30ക്കാണ്. കാരണം മിസ്ജഡ്ജ് ചെയ്തു, അതായത് മെസ്സുകാരും മിസ്ജഡ്ജ് ചെയ്തു പോയി. അതായത് എത്ര മണിക്ക് അവരൊരു ഫുഡ് കുക്ക് ചെയ്താൽ 1 മണിക്ക് ഫുഡ് എത്താൻ പറ്റുമെന്നുള്ളത്. കാരണം 1 മണിക്കൂർ ഈ 10 കിലോമീറ്റർ ഉള്ളെങ്കിലും ഇത് കിഴക്കാൻ തൂക്കായ സ്ഥലമായിരുന്നു. ഈ വണ്ടി, അതായത് മെസ്സിൻ്റെ വണ്ടി നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഈ സീറ്റ് എടുത്ത് മാറ്റിയിട്ടുള്ള ഇതാണ്, മറ്റേ ഇതുപോലുള്ള വണ്ടിയാണ്, നമ്മുടെ ട്രാവലർ പോലെ വണ്ടിയാണ്, സീറ്റ് എടുത്ത് മാറ്റിയ. അപ്പോൾ ഈ സാധനം ഈ താഴെ നിന്ന് കയറി മേളിൽ കയറി വരാൻ വേണ്ടി 1 മണിക്കൂർ എടുത്തു. കാരണം ഞാൻ അവരത്രയും ചിന്തിച്ചില്ല, ഇതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തില്ല, ഇതിൻ്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്യാതെ മെസ്സ് കൊണ്ടുവച്ചു. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് നടക്കുന്നില്ല, വർക്കൗട്ട് ആവില്ല എന്ന് തോന്നിയപ്പോഴാണ് പിന്നെ മെസ്സ് അവർ ഷൂട്ട് ലൊക്കേഷനിൽ അടുത്തുള്ള ഒരു വീടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു, ആ വീട് വാടകയ്ക്ക് എടുത്ത് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് കറക്റ്റായിട്ട് യൂണിറ്റിലുള്ള ആൾക്കാർക്ക് ഭക്ഷണം കിട്ടിത്തന്നത് ടൈമിൽ. ഇല്ലെങ്കിൽ എല്ലാവരും 2 മണിക്കും 2:30ക്കും ഫുഡ് കഴിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് 8:30-9 മണിക്ക്. കാരണം 9 മണിക്കെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വീണ്ടും ബ്രേക്ക് ആവും. പിന്നെ ചായ കുടിച്ച് 10 മണിക്ക് ചായ കുടിച്ചു, അത് ഡിലേ ആയി. പിന്നെ ഊണ് കഴിക്കാൻ ഡിലേ ആയി, നൈറ്റ് ഫുഡ് ഡിലേ ആയി, അങ്ങനെ മൊത്തത്തിൽ ഡിലേ ആയി. 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർക്കത് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ പ്രത്യേകിച്ചും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ മെസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ആദ്യത്തെ ദിവസം നിങ്ങളത് മാനേജ് ചെയ്തെടുക്കുന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ മുമ്പോട്ടുള്ളത്. കാരണം 35 ദിവസം എന്ന് പറഞ്ഞാൽ 35 ടൈറ്റായിട്ടുള്ള ദിവസങ്ങളാണ്. 35 എല്ലാ ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സീൻസ് എടുത്ത് തീർക്കണമെന്നില്ല. പിന്നെ ഹൈ റേഞ്ചിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, 5:30 ആകുമ്പോൾ ഇരുട്ടും, അതായത് ഡേ ലൈറ്റ് കുറയും. ഡേ ലൈറ്റ് ഷൂട്ട് ചെയ്യാൻ കിട്ടുന്ന ടൈം നിങ്ങൾക്ക് കുറയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എനിവേ ഗൈസ്,
താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു ദിസ്. ഞാൻ പ്രീ പ്രൊഡക്ഷൻ്റെ രണ്ടാമത്തെ ഇതും കവർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് രണ്ടാമത്തെയാണ്. ഇനിയും ഉണ്ട് പ്രീ പ്രൊഡക്ഷനെ കുറിച്ച്. താങ്ക് യു ഫോർ ലിസണിങ് ടു ഫോർ ദിസ് എപ്പിസോഡ്. നമുക്ക് തീർച്ചയായിട്ടും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു.